ഇവിടെ പക്ഷേ അവർ നിന്നെ ഒരു തുറപ്പുചീട്ടാക്കി എടുത്തിരിക്കുന്നത് നീ അനന്തപുരിയിലെ മരുമകളായതുകൊണ്ട് തന്നെയാ. ഈ കുടുംബത്തിന് ഡേവിസ് സാറിന് എന്തൊക്കെയോ വൈരാഗ്യങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ഡേവിസ് സാറ് പണ്ടെങ്കാലം മൂർത്തിസ് ജ്വല്ലറിയിലെ സ്റ്റാഫ് ആയിരുന്നെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി ചിലപ്പോ എന്നെ പറഞ്ഞു വിട്ട പോലെ അങ്ങനെയും പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. ചിലപ്പോ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറ്റി കാണും. ആ വൈരാഗ്യമാണ് അയാൾ തീർക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ ദുബായിലാണെന്നാ പറഞ്ഞേ. പിന്നെ ഇനിയും നിന്റെ മുത്തശ്ശനായിട്ട് എന്തെങ്കിലും അടുപ്പുണ്ടോന്ന് അറിയില്ല. ഒരു കാര്യം ഉറപ്പാ, അവര് രണ്ടും കൽപ്പിച്ച ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവര് ടാർഗറ്റ് ചെയ്യുന്നത് മൂർത്തിസ് ജ്വല്ലറി തന്നെയാ. 3 മണിക്ക് എഴുന്നേക്കണം. അലാറം അടിച്ചിട്ടില്ലെങ്കിൽ എഴുന്നേൽക്കില്ല. അതെന്തിനാ 3 മണിക്ക് എഴുന്നേക്കുന്നത്? അത് പിന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് എന്ത് ചെയ്താലും അതിന് ഫലം കാണുമെന്നാ പറയുന്നത്. അല്ല, ആ സമയത്ത് നീ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാ പോന്നെ? അത് കുറച്ച് മെഡിറ്റേഷൻ, പ്രാർത്ഥന അങ്ങനെയെല്ലാം വേണം. ഓ, നീ നന്നാവാൻ തീരുമാനിച്ചോ? ഞാൻ എന്നേ നന്നാവും തീരുമാനിച്ചടി. എന്റെ പഴയ സ്വഭാവമല്ലേ ഇപ്പോഴത്തെ. പക്ഷെ ആ സമയത്താ എനിക്ക് തിരിച്ചടി ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ശരിയാവൂടാ. ആദർശം അനിയൊക്കെ നിന്നെ തഴഞ്ഞെങ്കിലേ നീ അവരെയൊക്കെ മുകളിലെത്തും. അതിനുള്ള തുടക്കമൊക്കെ ആയിക്കഴിഞ്ഞു. ഈ സമയത്ത് കൂടെ നിൽക്കാൻ നിന്നെപ്പോലൊരു ഭാര്യ കിട്ടിയത് എന്റെ ഭാഗ്യവാ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണും. പക്ഷെ നിന്റെ വീട്ടുകാരെ പോലെ നീ ആവരുത്. ദേ, എന്നെ ഒരിക്കലും തള്ളി പറയരുത്, ചതിക്കരുത്. എനിക്ക് എത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ കിടന്നതേ ഉള്ളൂ. അതിനു മുമ്പ് അലാറം അടിച്ചു. എന്ന് വെച്ച് 11 മണിക്ക് കിടന്നിട്ടും ടെൻഷൻ ഉള്ളതുകൊണ്ട് 12-12:30 ആയാലും ഉറങ്ങിയപ്പോ ആകെ 2-2.5 മണിക്കൂർ ഉറങ്ങിയത്. മനുഷ്യന്റെ ഉറക്കവും പോയി, സ്വസ്ഥതയും പോയി. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളെ മക്കളെന്ന് പറയുന്നത് എത്ര ശരിയാ. അവൻ കാരണോ എനിക്ക് ഈ ഗതിയൊക്കെ വന്നത്. അവനോട് വരാൻ പറഞ്ഞതാ. അവനിനി ഉണരുവോ? ഉണർന്നോ? അത്രേ ആശ്വാസം. അവള് കണ്ടില്ലേ? ഇല്ല, അവള് കൂർക്ക വലിച്ചിടന്നുറങ്ങാ. എന്നാ പിന്നെ നീ പെട്ടെന്ന് വെള്ളം പിടിക്കാൻ നോക്ക്. തൂത്തിട്ട് വെള്ളം തളിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. വെറും വെള്ളമല്ല, ചാണക വെള്ളം തളിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നേ. മിക്കവാറും തളിക്കൂടാ. നമ്മളെ പുറത്താക്കിയിട്ട് നിന്റെ മൂത്ത അമ്മായി. എന്നാലും വല്ലാത്തൊരു വിധിയായി പോയല്ലോ അമ്മേ. നീ അതിനെപ്പറ്റി മാത്രം പറയരുത്. എനിക്ക് ഈ വിധി ഉണ്ടാക്കി തന്നതേ നീ ഒറ്റൊരുത്തനാ. എത്ര നന്നായി ജീവിച്ചതാടാ. എല്ലാം പോയില്ലേ ഒറ്റ നിമിഷം കൊണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലമ്മേ. അവൻ മുമ്പേ ചെന്ന് തോറ്റ് തുന്നം പാടി വരും. നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ അവൻ ജയിച്ചേ വരത്തുള്ളൂ. അതുകൊണ്ട് നീ അങ്ങനെ പറയണ്ട. അവൻ ജയിക്കും എന്ന് പറ. അപ്പൊ തോറ്റോളൂ. അമ്മയ്ക്ക് മുറ്റം മാത്രം അടിച്ചാൽ മതിയോ? നീ അവൾ പറഞ്ഞത് കേട്ടില്ലേ? വീട് മൊത്തം തുടച്ച് വൃത്തിയാക്കണമെന്ന്. എന്നിട്ട് അടുക്കള പണി ചെയ്യണം. ശരിക്കും പറഞ്ഞാലേ ഇറങ്ങി പോകാൻ പറയുന്നതിന് പകരം സ്വയം പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. പുകച്ച് പുറത്ത് ചടിക്കാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ പുകയ്ക്കുക, ചൂളയ്ക്ക് വെക്കുക. അമ്മയല്ല, എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കമ്മേ. നിനക്ക് വേണ്ടിയാടാ എന്റെ ജീവിതം മൊത്തം തൊലഞ്ഞത്. വാ. എനിക്കിങ്ങനെ വെള്ളം കൊടുത്തെടുത്തു വന്ന ഭയങ്കര നടുവിന് വേദനയാ. അപ്പൊ കുനിഞ്ഞെന്ന് ഞാൻ തൂക്കുന്നതോ? അപ്പൊ എന്റെ നടുവിന് വേദനയൊന്നുമില്ലേ? സത്യം പറയാലോ, നിന്നെ കൊണ്ട് വെള്ളം കോരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നിന്നോട് തൂക്കാനും പറയേണ്ടതാ. കാരണം നീ ചെയ്ത തെറ്റിനാ ഞാനിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്. പെട്ടെന്ന് ചെയ്യടാ. അല്ലെങ്കിൽ ഒരുത്തി വന്ന് നോക്കുമ്പോഴേ അവക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. വീണ്ടും ഓരോന്ന് ചെയ്യാൻ പറയും. ഇനി പണി ഒരുപാട് ബാക്കി കിടക്കുവാ. ഗതികേട് നല്ലത് എന്ത് പറയാനാ? ഒരു ഗ്രഹണത്തിനാ നീ ജനിച്ചത്. അതുകൊണ്ട് ഗ്രഹനിലയിൽ ഒരു കോളത്തിൽ നിന്റെ ഗ്രഹങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുക. ഒരു വീട്ടിൽ എല്ലാരും കൂടി ഒന്നിച്ച് നിന്നാ യുദ്ധം നടക്കുന്നില്ലേ പറയാറ്? അത് തന്നെയാ ഇപ്പൊ നടക്കുന്നത്. നീ ജനിച്ച ശേഷം യുദ്ധത്തോട് യുദ്ധമാ. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം അവന്തികയായിരുന്നു. അവളിപ്പത്തെ മറുകണ്ടം ചാടി. കോടയുടെ അങ്ങോട്ട് കോടാ. ഒരു അമ്മായിമ്മ മരുമോളും രണ്ടിന്റെ തലവഴിയാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അമ്മേ, മോളില് വരാന്തയിൽ നിന്ന് നോക്കുന്നുണ്ട് 2 പെട്ടെന്ന് തൂത്തു. മോളെ, എന്റെ മോള് പോയി കൊല മരിച്ചോ? ശരിയമ്മ. നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഈ മുറിയെല്ലാം അടിച്ച് വൃത്തിയാക്കണമെന്ന്. വൃത്തിയാക്കിയതാണ് അമ്മായി. എന്നിട്ട് ഇവിടുത്തെ മാറാലൊന്നും പോയിട്ടില്ലല്ലോ. ഈ മുറി നീ നീറ്റാക്കണം. എന്നിട്ട് ഈ വിളക്കെല്ലാം തുടച്ച് വൃത്തിയാക്കണം. വെറുതെ തുണിയിട്ട് തുടച്ചാ പോരാ. സ്വർണം തിളങ്ങുന്ന പോലെ നല്ല വെട്ടി തിളങ്ങണം. പുതിയ വിളക്ക് പോലെ തോന്നണം. അല്ല, പൂജാമുറിയിലേക്കാണോ അമ്മായി? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. അല്ല അമ്മായി, ഇതെല്ലാം ഇന്ന് തന്നെ ചെയ്യണോ? ചെയ്യണം. നല്ല ആരോഗ്യം ഉണ്ടല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ എന്താണ് ചെയ്താലും. അല്ല, നവ്യ കണ്ടു കഴിഞ്ഞാൽ അവൾ എന്നെ കുറ്റപ്പെടുത്തും അമ്മായി. നാക്കിന് നല്ല നീളമുള്ളവനാ നീ. നവ്യ നീ എങ്ങനെ കല്യാണം കഴിച്ച? നിന്റെ നാവിന്റെ കഴിവില്ലല്ലേ? അതുപോലെ എത്ര പെൺകുട്ടികളെ സംസാരത്തിലൂടെ വലയിലാക്കിയിട്ടുണ്ട്. ചന്തുമോളുടെ അമ്മ ഉൾപ്പെടെ എത്ര പെൺകുട്ടികളെ നീ മധുര വാക്കുകൾ പറഞ്ഞ് ചതിച്ചിട്ടുണ്ട്. അങ്ങനെ നാവുള്ള നിനക്ക് നിന്റെ ഭാര്യ വന്ന് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാ കഥകളൊക്കെ ഉണ്ടാക്കാനേ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ പണികളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. എന്തെങ്കിലും പോരായ്മ വന്നാ ഞാൻ വീണ്ടും ചെയ്യിക്കും. ഈ വിളക്കെടുത്ത് അവിടെ തലമുടക്ക് അടിക്കുന്ന തോന്നുന്നു. ഒരു തുറുപ്പ് കയ്യിലുണ്ടെന്ന് കരുതി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് ഒരു പരിധി. എന്തുവാടാ ഇത്? ഇന്നലെ സ്റ്റോർ റൂം തുറന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞതാ. എനിക്കത് വല്ലതും ചെയ്ത് പരിചയമുണ്ടോ? അമ്മായി വന്ന് നോക്കിയപ്പോ അവിടെ എല്ലാം മാറാലുണ്ടായിരുന്നു. അതിന്റെ ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിളക്കും എടുത്ത് എന്നോട് വൃത്തിയാക്കാൻ പറഞ്ഞിരിക്കുക. അതെ, സ്വർണം പോലെ വെട്ടിത്തിളങ്ങണമെന്ന്. മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്യേണ്ടവനാ വിളക്കം തുറച്ചുകൊണ്ടിരിക്കുന്നു. സാരമില്ലമ്മേ, വരാൻ പോകുന്ന ദുരന്തത്തിന് മുന്നോടിയായിട്ടുള്ള കഷ്ടപ്പാട് അതൊക്കെ. എന്താ വരാൻ പോകുന്ന ദുരന്തോ? ആർക്ക്? നമ്മുടെ ശത്രുക്കൾക്ക്. അതിനു മുമ്പേ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എടാ, ഈ വീട്ടിനകത്തുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാലേ അതിന്റെ ദേഷ്യം നമ്മുടെ മേലെയായിരിക്കും തീർക്കുന്നത്. നമ്മളെ കഷ്ടപ്പാട് കൂടുമെന്ന് ഞാനീ പറയുന്നത്. അമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ? എവിടുന്ന് കഴിയാനാ? അല്ല, ഇതൊന്നും എനിക്ക് പരിചയമില്ലാത്ത പണിയാമ്മേ. അമ്മ ഇതൊക്കെ ഒന്ന് തുടച്ചു വെച്ചാ അടുക്കളയിൽ ഞാൻ അമ്മയെ സഹായിക്കാം. അത് വേണ്ട. അതൊക്കെ സ്ഥിരം ചെയ്യുന്നോണ്ടേ എനിക്ക് വലിയ ഭാരമൊന്നുമില്ല. നീ ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്ക്. ഇനി അവള് വരുമ്പോഴേ വെട്ടി തിളങ്ങിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് തിളക്കം നഷ്ടപ്പെടും. എന്റെ മുഖത്ത് തിളക്കം നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലമായി അമ്മേ. എടാ, തിളക്കമുള്ള സമയത്ത് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നു. അതുകൊണ്ടല്ലേ നിനക്ക് ഗതി വന്നത്. സ്വന്തം ഭാര്യയെ പോലും വളഞ്ഞ വഴിയിലൂടെയാ കൂട്ടിക്കൊണ്ടു വന്നത്. അന്ന് നീ അവളെ കൂട്ടിക്കൊണ്ടു വന്നില്ലെങ്കിൽ
അറിയായിരുന്നല്ലോ, കോടീശ്വരിയായ ഒരു പെങ്കുച്ചുമായിട്ടാണ് നിന്റെ നിശ്ചയം നടക്കേണ്ടിയിരുന്നത്. അതാണ് ആ സമയത്ത് നവ്യ കലക്കിയത്. ഓ, അവളെ എങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് രാജകീയമായിട്ടാണ് ജീവിക്കാമായിരുന്നു. അതൊന്നും നിന്റെ തലയിൽ വരച്ചിട്ടില്ലടാ. നിന്റെ ഇപ്പോഴത്തെ ദശ ഏതാണെന്ന് നിനക്കറിയോ? ദശ ഏതായാലും ഇപ്പൊ എന്റെ ദശ മുഴുവൻ ചതന്നുകൊണ്ടിരിക്കുക. എടാ, നിനക്ക് രാഹു ദശയാണ്. രാഹു പിഴച്ചാലുണ്ടല്ലോ അത് ശനിയേക്കാളും ദോഷം ചെയ്യും. അതും വാല. വാലോ? ഓ, രാഹുവിന്റെ തലയും വാലും ദോഷമായിരിക്കും. മധ്യഭാഗമാണ് നല്ലത്. എന്തോന്ന് നല്ലത്? എനിക്ക് കുറെ കാലമായിട്ട് മോശം സമയം തന്നെയല്ലേ അമ്മേ? ഉഫ്, എടാ, രാഹുവിന്റെ അവസാന ഭാഗത്താണ് നിന്റെ കല്യാണം നടന്നത്. അതിനു മുമ്പൊക്കെ നിനക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഒന്നും അല്ലെങ്കിലും ജ്വല്ലറിയിൽ നിനക്ക് നല്ല പൊസിഷൻ അല്ലായിരുന്നോ? നിന്റെ കല്യാണം എന്ന് നടന്നോ അന്ന് തൊട്ട് നിന്റെ രാഹു ചുറ്റി വരിഞ്ഞിരിക്കുക. ഈ രാഹുനും കേതുവിനും ശനിക്കും ഒക്കെ എന്ത് സുഖാമേ. അവർക്കൊക്കെ നമ്മളെ വെറുതെ ചുറ്റി വരിഞ്ഞാ മതി. നമ്മളിങ്ങനെ വിളക്കം തുടച്ച് വീട്ടുജോലിയും ചെയ്ത് വൃത്തിയാക്കി കഷ്ടപ്പെടണം. അമ്മയുടെ സമയം നല്ല സമയമേ. എന്റെ സമയേ നല്ലതായിരുന്നു. പക്ഷെ നിന്നെ പോലെ ഒരുത്തന്റെ അമ്മയായതുകൊണ്ട് നല്ല സമയത്തിന് പോലും ഇപ്പൊ എന്നെ വേണ്ട. ചെറിയ ഇനിയിപ്പൊ നീ പോയാ പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇന്നലെ എല്ലാം അടിച്ച് വൃത്തിയാക്കിയതല്ലേ. ആയിക്കോട്ടെ, നീ കുളി കഴിഞ്ഞിട്ട് നേരെ പൂജാമുറി പോയി അവിടെ വെള്ളം കുടഞ്ഞൊക്കെ ഒന്ന് വൃത്തിയാക്ക്. പൂജാമുറിയിൽ കുറച്ച് പൂക്കളും മാലയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. മാലയെല്ലാം ദേവന്മാരുടെ പടത്തിലിടണം. അതൊക്കെ ചെറിയ പണിയല്ലേ ഏട്ടത്തി? ഏട്ടത്തിക്ക് അതൊക്കെ ഒന്ന് ചെയ്തൂടെ? ചെറിയ പണിയാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. ഞാനും മോളും കൂടി പൂജയ്ക്കായി പൂജാമുറിയിലേക്ക് വരുമ്പോ അവിടെ എല്ലാം സെറ്റ് ആയിരിക്കണം. അവൻ വിളക്ക് തുടച്ചോണ്ടിരിക്കുക. അഭി, വിളക്ക് തുടച്ച് സ്റ്റോർ റൂമിൽ വെക്കട്ടെ. ആ വിളക്കൊന്നും അല്ലല്ലോ ഇന്ന് പൂജയ്ക്ക് എടുക്കുന്നത്. ഇതൊന്നും അവൻ അറിയാത്ത പണിയാ. അവൻ അറിയാവുന്ന പണി എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അറിയാത്ത പണി അവൻ പഠിക്കട്ടെ. അങ്ങനെയെങ്കിലേ വീട്ടിലുള്ളവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവുമല്ലോ. ഓ, ഇങ്ങനൊരു ഗതികേട് ഒരു അമ്മയ്ക്ക് ഉണ്ടാകരുതെന്നാ എന്റെ പ്രാർത്ഥന. അതിലുപരി ഇതുപോലൊരു മകൻ ലോകത്തോരമ്മയ്ക്ക് ജനിക്കരുതെന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അവനും പ്രാർത്ഥിക്കാം, ഇതുപോലൊരമ്മയെ ഒരു മക്കൾക്കും കിട്ടരുതെന്ന്. എന്റെ പെരുവിരലിൽ നിന്നാ വിറയൽ കയറുന്നത്. ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ ഈ ദുഷ്ടജന്മത്തെ. നീ ആലോചിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പൂജാമുറി കയറിയിട്ട് നീ പ്രാഗിക്കോ. നീ പ്രാഗിക്കഴിഞ്ഞാൽ അതിനെതിരായിട്ടേ സംഭവിക്കൂ. നീയും നിന്റെ മകനും ഇപ്പൊ ഒരു നൂൽപാലത്തിൽ കൂടി നടക്കുന്നത്. ആ ഓർമ്മ നിനക്ക് എന്നും വേണം. ചെറിയൊരു തെറ്റിന് നിന്റെയും നിന്റെ മകന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുക. ഗൾഫിൽ പോയ എന്റെ മകനെ ചിലർ ജയിലിലിടാൻ ശ്രമിച്ചപ്പോ അതിന് നിന്റെ മകനും കൂട്ടുനിന്നോന്ന് എനിക്ക് സംശയമുണ്ട്. ഈ വീട്ടിൽ നമ്മുടെ ജ്വല്ലറിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് അഭിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നീ ചെല്ല്, കുളി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വാ. ആർക്കു വേണ്ടിയാണോ ഈ പൂജ നടക്കുന്നത്? അതൊന്നും ഫലിക്കാതെ പോണേ. എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നവളുടെ മോൻ പരാജയപ്പെട്ട് തല താഴ്ത്തി വരുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകണേ. അവൻ മൂർത്തി ജ്വല്ലറിൽ നിന്ന് തന്നെ തെറിക്കണേ. ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ ഞാൻ എന്ത് ദ്രോഹം നിങ്ങളോടൊക്കെ ചെയ്തത്? പൂജയ്ക്കെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതെ, അമ്മ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വെറുതെ എടുക്കാറുണ്ട്. അതിനൊപ്പം നീയും കൂടാൻ നിൽക്കണ്ട. നിന്റെ വയറ്റില് ഒരു കുഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഇപ്പൊ കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം, മെഡിസിൻ കഴിക്കണം. അതിലൊന്നിലും മാറ്റം വരുത്തരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നമ്മുടെ കുഞ്ഞിനെ പോലെ തന്നെയാ ആദർശയുടെ ബിസിനസ് നോക്കുന്നത്. ആ ബോധം എനിക്കുണ്ട്. ആയിക്കോട്ടെ, അതിന് കഠിന വ്രതമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ വിവാഹശേഷമുള്ള ഒരുപാട് സംഭവങ്ങൾ ബിസിനസിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. നമ്മുടെ വിവാഹം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന കാലത്ത് പോലും ബിസിനസ് താഴോട്ട് പോയിട്ടില്ല. പിന്നീട് നീ വലിയ ഡിസൈനർ ആയ ശേഷം നമ്മുടെ ബിസിനസ് കുതിച്ചു വരികയായിരുന്നു. ഇവിടെ നമ്മുടെ കഴിവുകേട് കൊണ്ടല്ല താഴ്ച സംഭവിച്ചത്. നമ്മളെ അടുത്തറിയുന്ന ആരോ ഒരാൾ നമ്മളെ മനഃപൂർവ്വം വലിച്ച് താഴിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാരായാലും അയാൾ എത്ര പെട്ടെന്ന് വിളിച്ചത് വരട്ടെ. അതിനു വേണ്ടിയിട്ടാ ഞാനും അമ്മയൊക്കെ പ്രാർത്ഥനയും കഠിന വ്രതമൊക്കെ എടുക്കുന്നത്. എന്നുവെച്ചാ ഞാനില്ല, ഞാൻ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ അമ്മയുടെ കാര്യമാ പറഞ്ഞ്. ആദർശിട്ടമാ, അവിടെ എല്ലാരും കാത്തിരിക്കുക. ഇദ്ദേഹത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ. രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോണം. എനിക്ക് കാല് വയ്യാത്തോണ്ടാ ഞാൻ വരാത്തെ. സാരമില്ല, താൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ലല്ലേ? ഉറക്കം വന്നില്ല വസുന്ധരെ. രാവിലെ ഇന്ന് പത്രം എടുത്ത് നോക്കിയപ്പോ അതിന്റെ ഫ്രണ്ട് പേജ് മുഴുവനും AM ജ്വല്ലറിയുടെ പരസ്യമാ. അതിനകത്ത് സ്വർണ്ണം അണിഞ്ഞു നിൽക്കുന്നതോ നവ്യയും. അത് അവൾക്ക് വലിയ സന്തോഷം. കാരണം പണം മാത്രമല്ലല്ലോ, ഇപ്പൊ പ്രശസ്തിയും കിട്ടിക്കൊണ്ടിരിക്കല്ലേ. അവള് പുറത്തോട്ട് ഇറങ്ങുമ്പോ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയാ മാത്രമല്ല, ഇനി കൂടെ നിർത്തി ഫോട്ടോ എടുക്കാനും ആള് കൂടും. കുടുംബത്തോട് കൂറില്ലാത്ത പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യമാ. അവൾക്ക് സ്വാർത്ഥത ഒരുപാടാണെന്ന് വന്നപ്പോഴേ തെളിയിച്ചതാ. പിന്നെ അബിയുടെ ഭാര്യ ആയതുകൊണ്ട് അത് കൂടുകയും ചെയ്തു. ചില നേരത്തെ അവളുടെ സംസാരം കേൾക്കുമ്പോ എല്ലാം തുറന്നു പറഞ്ഞാലോന്ന് തോന്നിപ്പോവാ. ഒന്നും പറയണ്ട. നയനയും ആദർശം അതിനെ മുതിരാത്തിടത്തോളം കാലം നമ്മൾ അപ്രിയ സത്യങ്ങൾ ഉള്ളിൽ വെക്കുന്നതൊന്നല്ല. താൻ വാ. നയനമോള് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അവൻ പോകുന്ന കാര്യം നടക്കാതിരിക്കട്ടെ. തോറ്റ് തല താഴ്ത്തി അവൻ തിരിച്ചു വരട്ടെ.